ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ 76ാമത്തെ എപ്പിസോഡായിരുന്നു ഇന്നലെ. വീക്കെൻഡ് എപ്പിസോഡായിരുന്നു. കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഈ കഴിഞ്ഞ 2-3 ആഴ്ചയിൽ എങ്കിൽ പോലും കുറച്ച് ചോദിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ലാലേട്ടൻ വൃത്തിയായിട്ട് ചോദിച്ചു പോയിട്ടുണ്ട്. പലർക്കും പല കാര്യങ്ങളും മനസ്സിലാകേണ്ട രീതിയിൽ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ടും ഒക്കെ മൂപ്പരുടെ ഭാഗങ്ങളൊക്കെ സെറ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ സായിയുടെ ഒരു മേക്ക് ഓവറിനെ പറ്റിയിട്ടാണ് ആദ്യം തന്നെ അവിടെ ഒരു ചർച്ച വന്നിട്ടുണ്ടായിരുന്നത്. ലാലേട്ടൻ കണ്ടിട്ട് മനസ്സിലാവാത്ത രീതിയിൽ, അല്ലെങ്കിൽ ആ 13 പേരിരിക്കുന്നതിൽ നിന്ന് ഇതാരാ ഇതെന്നുള്ള തോന്നൽ വരുന്ന തരത്തിലുള്ള ഒരു മേക്ക് ഓവറാണ് സായിക്ക് നടന്നത് എന്നുള്ളതാണ് ലാലേട്ടൻ പറയുന്നത്. അപ്പൊ ആ ഒരു മേക്ക് ഓവറിന് പിന്നിൽ പ്രവർത്തിച്ച പിന്നണി പ്രവർത്തകരെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവരെയൊക്കെ കാണിച്ചു കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഫൺ വീഡിയോ ആയിരുന്നു. ഈ ഒരു സായിയുടെ മേക്ക് ഓവർ നടന്ന സമയത്ത് ആ ഒരു ലൈവ് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷം പെട്ടെന്ന് ആ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ ഇത് എന്താണ് സംഭവിച്ചത് എന്നുള്ള തരത്തിൽ ചോദിക്കുകയുണ്ടായി. അപ്പം കമന്റ് ബോക്സ് ഒക്കെ വായിച്ചപ്പം അതിൽ ആളുകളുടെ ഒരു പ്രതികരണം എന്താണെന്ന് വെച്ചാൽ, സായിനെ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലാതെ ഇപ്പൊ പുറത്ത് ആ ഒരു കാറിലിരുന്ന് ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങൾ അകത്ത് പോയി സായി ചെയ്യുന്നില്ല. സായി അവിടെ കണ്ണനായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു കണ്ണന്റെ എന്തെങ്കിലും ലീലാവിലാസങ്ങൾ കാണണമെങ്കിൽ ഉറപ്പായും ഇത്തരം ഒരു മേക്ക് ഓവറിന്റെ ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ടിട്ടാണ് സായി അത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് കുറെ ആളുകളൊക്കെ ജഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് അതൊരു പക്ക അബദ്ധമായിരുന്നു. ഒരു ഫ്ലോപ്പായി പോയ ഒരു സ്റ്റൈലിങ്ങിന്റെ ഇതായിരുന്നു. അവർ ഉദ്ദേശിച്ചത് സാഗർ ഏലിയാസ് ജാക്കി ആയിരുന്നു. പക്ഷെ വന്നപ്പം സായി ഏലിയാസ് ജാക്കി ആയി എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു മേക്ക് ഓവറിന്റെ വീഡിയോ നല്ലൊരു ഫണ്ണായിട്ട് തന്നെ കാണിക്കുകയുണ്ടായി. പിന്നീട് ജിൻഡോയുടെ കാലുവേദനയെ പറ്റിയും കണ്ണിന്റെ പ്രോബ്ലത്തെ പറ്റിയിട്ടൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായി. ഇത്രയും ചെറുപ്പത്തിൽ കാലുവേദനയെന്നൊക്കെ ചോദിക്കുമ്പോൾ ജിൻഡോ കാലുവേദനയൊന്നും ഇല്ല എന്ന് പറയുന്നു, മുട്ടിന് മാത്രമേ വേദനയുള്ളൂ. അപ്പൊ ലാലേട്ടൻ ചോദിച്ചു മുട്ട് പിന്നെ കാലിലല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ജിൻഡോയുടെ കണ്ണിന്റെ വേദനയെ പറ്റിയിട്ടുള്ള ഒരു പ്രശ്നം പറഞ്ഞപ്പോൾ ലാലേട്ടൻ അവിടെയുള്ള അർജുനോടാണെങ്കിലും ചോദിച്ചു, കണ്ണിന് പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? കാരണം മോർണിംഗ് ടാസ്കിലൊക്കെ ലെറ്ററൊക്കെ കാര്യമായിട്ട് വായിക്കുന്നുണ്ട് എന്ന് പറയുമ്പം ചെറിയ അക്ഷരങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല ജിൻഡോയ്ക്ക് എന്നുള്ളതാണ് പറയുന്നത്. അതിനിയിപ്പോ ഒരു ചില സമയങ്ങളിൽ ജിൻഡോ പലതും വായിച്ചെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ജിൻഡോ പറഞ്ഞത് എനിക്ക് ചില കാര്യങ്ങളൊന്നും വായിക്കാൻ തപ്പിത്തടഞ്ഞാണ് വായിക്കുന്നത്. അപ്പൊ ലാലേട്ടൻ ചിരിക്കുന്നുണ്ട്. തപ്പിത്തടഞ്ഞ് വായിക്കുന്നത് കണ്ണിന് കാഴ്ച മാത്രം പോരാ എന്നുള്ള തരത്തിലായിരിക്കും ലാലേട്ടൻ ചിരിച്ചത്. പക്ഷെ എന്താണെങ്കിലും ജിൻഡോയുടെ ആ ഒരു പ്രശ്നങ്ങളെ പറ്റിയിട്ടൊക്കെ ഒരു പരിഹാരം കൊടുത്തിട്ടുണ്ട്. ഉടനെ തന്നെ കണ്ണട തരാം എന്നൊക്കെ ഉള്ളതാണ് അവിടുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്ന എക്സ്പ്ലനേഷൻ. കഴിഞ്ഞ വീക്കിലെയും ബെസ്റ്റ് ടീമായിട്ട് നെസ്റ്റിനെ തന്നെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചത്തെയും ബെസ്റ്റ് ടീം നെസ്റ്റ് ആയിരുന്നു. അപ്സര, അർജുൻ, അഭിഷേക്, ഋഷി ഇവർ 4 പേരാണ് ആ ഒരു ഇതിൽ വന്നിട്ടുള്ളത്. വൗച്ചറൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ അപ്രിസിയേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് കഴിഞ്ഞ 2 വീക്കുകളായിട്ട് ടീം നെസ്റ്റിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഇത് നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു. വീട്ടിലെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു ക്ലീനിങ് കാര്യങ്ങൾ, ഡ്യൂട്ടി, ഇപ്പൊ അവിടെ എന്തൊരു സംഭവം വന്നാലും അതിൽ അവരവിടെ ഒരു മാനറായിട്ട് വെക്കുന്നത് ഈ അടിച്ചു വാരുന്നതും കുക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എപ്പോൾ ഒരു ബെസ്റ്റ് ടീമിനെ ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് ഞങ്ങൾ ഇത്ര നന്നായിട്ട് കുക്ക് ചെയ്തു, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്ര നന്നായിട്ട് ഫ്ലോർ ക്ലീനിങ് ചെയ്തു എന്നുള്ള ഒരു മാനറിൽ വെച്ചിട്ട് എപ്പോഴും സംസാരിക്കാറുണ്ട്. പക്ഷെ അതല്ല അവിടെ ആ ബിഗ് ബോസ് ഹൗസിൽ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ. ഇപ്പം അടിച്ചു വാരി വീട് തുടച്ചു, കുക്ക് ചെയ്തു എന്ന് പറയുന്നത് അതൊരു ബേസിക് കാര്യങ്ങളാണ്. അത് അവർക്ക് അവിടെ ചെയ്യേണ്ടിയിരിക്കുന്ന കാര്യങ്ങളാണ്. അത് പക്ഷെ ഒരു ക്രെഡിറ്റ് ആയിട്ട് പലരും എടുക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പം ബെസ്റ്റ് ടീമായിട്ട് നെസ്റ്റിനെ എടുക്കുമ്പോൾ അതിന് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വോട്ട് കിട്ടിയിട്ടുള്ളത് എന്ന് പറയുന്നത് അവരുടെ പെർഫോമൻസ് കൊണ്ട് മാത്രമാണ്. 2 ആഴ്ചയും നല്ല അടിപൊളിയായിട്ട് ഗെയിമുകളൊക്കെ കളിച്ച് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ കുറച്ചധികം ഫൺ എലമെന്റ്സും അവർക്ക് ഈ ഒരു ടാസ്കിനിടയിൽ തന്നെ പ്രേക്ഷകർക്ക് വേണ്ടുന്ന എന്റർടൈൻമെന്റ് കൊടുക്കാനായിട്ട് അവർക്ക് പറ്റുന്നുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അവിടെ ഒരു മാറ്ററായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ലാലേട്ടൻ ചോദിക്കുന്നത് ഋഷിയും അൻസിബയും അഭിഷേകും തമ്മിൽ ആ ഒരു ബോണസ് പോയിന്റിന്റെ വിട്ടുകൊടുക്കലിന് ശേഷം വന്ന ഒരു സീക്രട്ട് ഡിസ്കഷനെ പറ്റിയിട്ട് ലാലേട്ടൻ ചോദിക്കുകയുണ്ടായി. അപ്പോൾ എന്തുകൊണ്ട്, അപ്പൊ ഋഷി പറയുന്നത് എന്നെ സപ്പോർട്ട് ചെയ്തത് അഭിഷേക് മാത്രമാണ്, ജാസ്മിനും അർജുനും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു വാഗ്വാദത്തിലേക്കാണ് ഋഷി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ജാസ്മിൻ ആണല്ലോ ആദ്യം വിട്ടുകൊടുത്തത് എന്നുള്ള രീതിയിൽ ലാലേട്ടൻ ചോദിക്കുമ്പോൾ ജാസ്മിൻ എനിക്ക് വേണ്ടി വിട്ടു തന്നതല്ല, അവള് സ്റ്റെപ്പ് ബാക്ക് ചെയ്തു. അപ്പം അൻസിബ അതിനൊരു എക്സ്പ്ലനേഷൻ അവിടെ കൊടുക്കുന്നത് അന്നത്തെ ആ ഒരു സീക്രട്ട് ഡിസ്കഷനിലുള്ള പോലെ തന്നെ അൻസിബയുടെ ഓപ്പൺ ഗെയിം ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ എന്തും വെട്ടി തുറന്ന് പറയാൻ ഒരു മടിയില്ല എന്നുള്ള രീതിയിൽ അൻസിബ അവിടെ പറയുന്നത് ജാസ്മിൻ അവിടെ ചെയ്തത് വോട്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി മാത്രമായിരുന്നു ആ ഒരു വിട്ടുകൊടുക്കൽ എന്നുള്ളതാണ്. അപ്പൊ ആ തരത്തിലാണ് അൻസിബ. അങ്ങനെയെങ്കിൽ അൻസിബയും നോറയും തമ്മിൽ ഒരു എവിക്ഷൻ
പ്രോസസ്സിലേക്കുള്ള ഒരു ഡിബേറ്റ് സംസാരിക്കുന്ന സമയത്ത് അൻസിബ വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു നോറയ്ക്ക്. കാര്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ അൻസിബ ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. അതും ഒരു നന്മമരം കളിക്കലായിരുന്നോ എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുകയും അപ്പൊ അതിൽ അഭിഷേക് പറയുന്നത് ഋഷി ടോപ്പ് 5 വരാനുള്ള സാധ്യതയുള്ള ആളുകളാണ് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടാണ്. ഇവർ ഈ ഋഷി, അൻസിബ, അഭിഷേക് എന്ന് പറയുന്നത് വളരെ ഡിപ്പെൻഡന്റ് ആയിട്ട്, അൻസിബ ഡിപ്പെൻഡന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അൻസിബ മാനിപ്പുലേറ്ററും ഋഷി അഭിഷേകും ഡിപ്പെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളും തന്നെയാണ്. ഋഷിക്ക് അൻസിബയോ അല്ലെങ്കിൽ അഭിഷേക് അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. അൻസിബ പറയുന്നതിനപ്പുറത്തേക്ക് ചലിക്കാൻ പറ്റാത്ത തരത്തിലാണ് ഋഷി ഉള്ളത്. പിന്നെ നോറ ആ ഒരു സമയത്ത് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അൻസിത പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശരിയാണെന്ന് വിചാരിക്കരുത്. ജാസ്മിൻ ചെയ്തതിൽ ഇങ്ങനൊരു വ്യൂ പോയിന്റ് കാണരുത്. കാരണം ജാസ്മിൻ ഒരുപാട് ചേഞ്ചസ് ആദ്യം മുതലുള്ള ഒരു ജേണിയിൽ വെച്ച് നോക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം ഒരു ചേഞ്ച് സംഭവിച്ച ആളെ നമ്മൾ ഉറപ്പായിട്ടും അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നോറയുടെ ചെറിയൊരു ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഗെയിം നടക്കുകയാണ്. വന്ന അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഒരു ജേണി, 76 ദിവസത്തെ ജേണി നോക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം തോന്നി എന്നുള്ളത് ആർക്കാണ്? ഇനിയും എന്ത് വ്യത്യാസം വന്നാൽ അത് ഇംപ്രൂവ് ആകും എന്നുള്ളതാണ് തോന്നുന്നത് എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ഗെയിം ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു ഗെയിമിൽ ജാസ്മിൻ അപ്സരയാണ് പറയുന്നത്. കാരണം അപ്സര അടിപൊളി ഗെയിമറാണ്, നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഭയങ്കരമായ ഒരു മൂഡ് സ്വിങ്സ് കാണിക്കുന്നുണ്ട്. പല കോമഡികൾ പോലും അപ്സരയുടെ അടുത്ത് പോയി നിന്ന് പറയാനായിട്ട് പേടിയാണ് എന്നുള്ള തരത്തിലുള്ള ഒരു കാര്യമാണ് ജാസ്മിൻ പറഞ്ഞിട്ടുള്ളത്. അതർവൈസ് ഇവിടെ ഉള്ളവരിൽ വെച്ചിട്ട് നല്ലൊരു ഗെയിമർ അപ്സര തന്നെയാണ്. ഒരുപാട് ചേഞ്ചസ് വന്ന ആളാണ് എന്നുള്ളതാണ് ജാസ്മിൻ പറയുന്നത്. സിജോ നന്ദനയാണ് പറയുന്നത് ആദ്യം വന്ന സമയത്തുള്ള കുട്ടികളി ഇപ്പോൾ ഇല്ല, വാക്കുകളിൽ തന്നെ സംസാരിക്കുന്ന രീതികളിൽ തന്നെ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സിജോ പറയുന്നത്. പക്ഷെ സിജോ പറഞ്ഞ് ചെയ്യിച്ച ഒരു ക്രെഡിറ്റ് എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. ഞാൻ വന്നപ്പോൾ മുതൽ കുട്ടി ഉപദേശിച്ച് നന്നാക്കി എടുത്തു ലാലേട്ട എന്നുള്ള രീതിയിലാണ് സിജോ അവിടെ സംസാരിക്കുന്നത്. അപ്പം പ്രേക്ഷകർക്കാണെങ്കിലും ആ ഒരു ലൈവിന്റെ സമയത്ത് അവിടെ വന്നിരുന്ന കമന്റ് എങ്കിൽ പിന്നെ ആ ഒരു നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ സ്വന്തമായിട്ട് ഏറ്റെടുത്തങ്ങ് നന്നായാൽ പോരായിരുന്നോ, കാട്ടുതീ ആയിട്ടങ്ങ് വന്നാൽ പോരായിരുന്നോ, തീപ്പൊരിയായിട്ട് മാറി നിൽക്കണോ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ അഭിഷേക് ഋഷിയാണ് പറയുന്നത് വന്ന സമയത്ത് വോയിസ് ലൗഡ് അല്ല, അല്ലെങ്കിൽ പല കാര്യങ്ങളും പറയുന്നത് കേൾക്കുന്നില്ല പുറത്തേക്ക് എന്നുള്ള രീതിയിൽ ഋഷിയെ ടാർഗറ്റ് ചെയ്ത് വന്ന ആളാണ് ഞാൻ. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ ഋഷിക്ക് ഒരുപാട് മാറ്റമുണ്ടായി എന്നുള്ളതാണ് അഭിഷേക് പറയുന്നത്. ഓഫ് കോഴ്സ് അഭിഷേക്, ഋഷി, അൻസിബ എന്ന് പറയുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി ഒരു റൗണ്ട് ചെയ്ത് മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹകരണ മനോഭാവത്തോടെ മാത്രം മുമ്പോട്ട് പോകുന്ന ആളുകളാണ് ഇവര്. അപ്പോൾ അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഋഷി പറയുന്നത് ജിൻഡോയാണ്. ടോപ്പ് 5 എത്താനുള്ള എല്ലാ ക്വാളിറ്റീസും ഞാൻ ജിൻഡോയിൽ കാണുന്നുണ്ട്. ജിൻഡോയ്ക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഋഷി ജിൻഡോയാണ് പറയുന്നത്. അൻസിബ ഋഷിയെ പറയുന്നു. ഓഫ് കോഴ്സ് ഒരു മനുഷ്യന്റെ ബേസിക് ക്വാളിറ്റി എന്ന് പറയുന്ന സ്നേഹവും പരിഗണനയാണ്. അത് ഞാൻ കണ്ടിരിക്കുന്ന ഒരേ ഒരാൾ ഋഷിയാണ് എന്നുള്ളതാണ് അൻസിബ പറയുന്നത്. അതുപോലെ അൻസിബ വേറൊരു ടൈമിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ സ്നേഹവും പരിഗണനയും ഋഷിക്ക് കിട്ടുന്നത് എന്നിൽ നിന്ന് മാത്രമാണ്, അല്ലെങ്കിൽ ഞാൻ മാത്രമാണ് ഋഷിയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറയുമ്പം ലാലേട്ടൻ അത് എടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. ആണോ ഋഷി, അങ്ങനെ ഒരു ഇതുള്ളൂ, വേറെ ആരും പരിഗണിക്കുന്നില്ലേ, സ്നേഹിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അവിടെയും അവർക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം പറയാനില്ല. എന്തായാലും അൻസിബ പറഞ്ഞ കാരണം സ്നേഹവും പരിഗണനയും ബേസിക് ക്വാളിറ്റിയാണ്, അത് ഋഷിക്ക് മാത്രമാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ പറയുന്ന അൻസിബയ്ക്ക് ഈ പറയുന്ന പരിഗണന ഉണ്ടോ എന്നുള്ളത് ഇപ്പോഴും ഉറപ്പല്ല. പല കണ്ടസ്റ്റന്റുകളെയും വളരെ നികൃഷ്ടമായിട്ട് സംസാരിക്കുന്നത് ലൈവിലൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതിലെന്ത് പരിഗണനയാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത് എന്നറിയില്ല. പിന്നെ അപ്സര പറയുന്നത് നോറയാണ്. അവഗണിക്കേണ്ടത് അവഗണിക്കുക, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നോറ ചെയ്യുന്നുണ്ട്, ഇംപ്രൂവ്ഡ് ആയി എന്നുള്ള തരത്തിൽ അപ്സര നോറയാണ് പറയുന്നത്. പിന്നെ നോറ പറയുന്നത് അൻസിതയാണ്. ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രം ഇവിടെ പലതും ചെയ്തു കൂട്ടുന്നു എന്നുള്ള തരത്തിൽ അൻസിബ പറയുന്നുണ്ട്. ആ ഒരു കാര്യം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അൻസിബ അടിപൊളി പ്ലെയർ ആണ്, അൻസിത പൊളിയാണ് എന്നുള്ളതാണ് നോറയുടെ ഭാഗത്ത് നിന്ന് വന്നൊരു കമന്റ്. പിന്നെ ശ്രീതു ജാസ്മിനെയാണ് പറയുന്നത് വന്ന സമയത്ത് ഒരുപാട് ഡിപ്പെൻഡന്റ് ആണ്. അത് ജാസ്മിൻ പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ ആരെങ്കിലും ഒരാളിൽ എപ്പോഴും ഡിപ്പെൻഡന്റ് ആയിരിക്കും വന്ന വീക്കിൽ, അത് എനിക്ക് അങ്ങനെ പറ്റുള്ളൂ എന്നുള്ള തരത്തിൽ ജാസ്മിൻ തന്നെ അങ്ങോട്ട് ഇട്ടു കൊടുത്തൊരു സാധനമാണ്. അപ്പൊ ശ്രീതു അത് പറയുന്നുണ്ട്, വന്ന സമയത്ത് ഒരുപാട് ഡിപ്പെൻഡന്റ് ആയിട്ട് നിന്ന ആള് ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്ന് അടിപൊളിയായിട്ടുള്ള പെർഫോമൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നല്ല പ്ലെയർ
ഫെയർ ആണ് എന്നുള്ള രീതിയിൽ ശ്രീതു ജാസ്മിൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനിയും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തന്നെ നിൽക്കൂ എന്നുള്ള തരത്തിലാണ് ശ്രീതു അത് നല്ലൊരു ഇന്റൻഷനോട് കൂടി തന്നെ ജാസ്മിനാണ് അത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്ദന ഈ ഒരു ഹാരം അണിയിച്ചിട്ടുള്ളത് സായിയാണ്. സായി ചേട്ടൻ കണ്ണനാവാതിരിക്കണം, സായി ചേട്ടനിലെ സായിയെയും സീക്രട്ട് ഏജന്റിനെയുമാണ് ഞങ്ങൾക്ക് ആവശ്യം, കണ്ണനെ ഞങ്ങൾക്ക് ആവശ്യമില്ല, അപ്പൊ വല്ലാണ്ട് കണ്ണനായി പോകുന്നുണ്ട്, അപ്പൊ കുറച്ചും കൂടെ ഉഷാറായിട്ട് നിൽക്കണം എന്നുള്ളതായിരിക്കും നന്ദന ഉദ്ദേശിച്ചത്. കണ്ണനാവാതിരിക്കുക എന്നുള്ളതാണ് നന്ദന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജിൻഡോയെ പറ്റിയിട്ട് ജാസ്മിൻ അവിടെ സംസാരിക്കുന്ന സമയത്ത് ജിൻഡോ ജാസ്മിനോട് ഒരു ആക്ഷൻ കാണിക്കുകയുണ്ടായി. അപ്പൊ ആ ഒരു ആക്ഷനെ സംബന്ധിച്ച് ലാലേട്ടൻ അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു. വളരെ മോശമായിട്ടുള്ള ഒരു രീതിയിൽ പബ്ലിക്കായിട്ട്. അപ്പൊ ലാലേട്ടൻ ചോദിച്ചു, എന്ത് മാറ്റമാണ് താങ്കൾക്ക് വന്നിട്ടുള്ളത്? ജിൻഡോയ്ക്ക് മാറ്റം സംഭവിച്ചു എന്ന് ജിൻഡോ തന്നെ ഒരുപാട് സെൽഫ് മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജിൻഡോ ആ ഒരു ലാലേട്ടൻ വന്ന് ജിൻഡോയെ പുറത്താക്കിയ ആ ഒരു എപ്പിസോഡിന് ശേഷം എല്ലാ എപ്പിസോഡുകളിലും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ സെൽഫ് മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരേ ഒരു പോയിന്റ്, ലാലേട്ടൻ വന്ന് എന്നെ പുറത്താക്കിയതിന് ശേഷം ഞാൻ ഒരുപാട് മാറി എന്നുള്ളതാണ് ജിൻഡോ പറയുന്ന ഒരു കാര്യം. അപ്പൊ ലാലേട്ടൻ ചോദിച്ചു, ഇതിൽ എന്ത് മാറ്റാണ് താങ്കൾക്ക് വന്നിട്ടുള്ളത്? താങ്കൾ ഇപ്പൊ കാണിച്ച ഒരു ആക്ഷൻ വളരെയധികം റോങ് ആയിട്ടുള്ള സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ ചോദിച്ചു. അപ്പൊ ജിൻഡോയും ഋഷിയാണ് ഇപ്പൊ ഇന്നലത്തെ എപ്പിസോഡിൽ ഒരു കോമൺ ആയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ പൊരിച്ച് ഇട്ടതായിട്ട് തോന്നിയിട്ടുള്ളത്. ലാലേട്ടൻ അവരോട് കുറച്ച് പൊട്ടിത്തെറിച്ച് തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ പിന്നീട് എവിക്ഷൻ ആയിരുന്നു. അപ്പൊ അപ്സരയാണ് എവിക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ലാസ്റ്റ് വീക്കിൽ അപ്സര എവിക്റ്റഡ് ആയി എന്ന് പറഞ്ഞിട്ട് പുറത്തുണ്ടാക്കിയ പൊല്ലാപ്പൊന്നും ചില്ലറയായിരുന്നില്ല. എന്താണെങ്കിലും ഈ ഒരു വീക്കിൽ അപ്സര എവിക്റ്റ് ആയിരിക്കുകയാണ്. ഒരു രീതിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഫെയർ എവിക്ഷൻ ആയിട്ട് തോന്നുന്നില്ല. എന്താണ് ഈ ബിഗ് ബോസിൽ പുറത്താകാനും അകത്ത് നിൽക്കാനുമുള്ള മാനദണ്ഡം എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. വോട്ടിന്റെ പുറത്താണ് അപ്സര പുറത്തു പോയിട്ടുള്ളത് എങ്കിൽ പ്രേക്ഷകർ എന്ത് രീതിയിലാണ് ഈ ഒരു വോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവിടെ ആളുകളെ വേണം വേണ്ട എന്ന് പ്രേക്ഷകർ വിചാരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അതല്ല വോട്ടിന്റെ ബേസിസിലല്ല, ബിഗ് ബോസിന്റെ ക്രൂവിന്റെ തീരുമാനമായിരുന്നു എങ്കിൽ പോലും അപ്സര ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിരുന്നു. ടോപ്പ് 5 വരുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഗെയിം ആണെങ്കിലും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്, എന്റർടൈൻമെന്റ് ആണെങ്കിലും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, വീട്ടിലെ ഡ്യൂട്ടികളാണെങ്കിലും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ പറയേണ്ട കാര്യങ്ങൾ, നിലപാടുകൾ വ്യക്തമാക്കാറുമുണ്ട്. നിലപാടുകളിൽ ചിലപ്പോൾ തെറ്റോ ശരിയോ, അവർ പറയുന്ന കാര്യങ്ങൾ തെറ്റോ ശരിയോ എന്നുള്ളതല്ല, തൻ്റെ നിലപാടുകൾ കൃത്യമായിട്ട് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്സര. പിന്നെ നെഗറ്റീവ് പോയിന്റ്സ് ഒക്കെ എല്ലാവർക്കും ഉണ്ട്. അത്തരത്തിൽ നോക്കിയിട്ടുണ്ട് കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ അപ്സരയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ നന്നായിട്ട് വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്സര പുറത്തു പോകുമ്പോൾ ഇത്രയും പോയിട്ട് ഇതിലൊരു പകുതി പോലും ചെയ്യാതെ അവിടെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോകുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ ആ വീട്ടിൽ നിൽക്കുമ്പോൾ അപ്സര പുറത്തു പോയത് ഒരു ഫെയർ ആയി എന്നുള്ളത് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന് അൻസിബ പറയുന്നുണ്ടായിരുന്നു, അപ്സര ടോപ്പ് 5 വരില്ല എന്ന് എനിക്കറിയായിരുന്നു, പക്ഷെ ടോപ്പ് 10 പോലും വരില്ല എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നുള്ളതായിരുന്നു അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കമന്റ്. അപ്പോൾ അതിനുശേഷം അപ്സര പുറത്തു വന്ന സമയത്ത് അപ്സര പറയുന്നത്, ബിഗ് ബോസ് വീട്ടിൽ കഴിഞ്ഞു പോകുക എന്ന് പറയുന്നത് വലിയൊരു പാടാണ്, അത് തന്നെ വലിയൊരു ടാസ്ക് ആണ് എന്നുള്ളതാണ് അപ്സര പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇനിയിപ്പോ ഇന്ന് വീണ്ടും ഒരു വീക്കെൻഡ് എപ്പിസോഡ്, ഞായറാഴ്ചത്തെ എപ്പിസോഡാണ് വരാൻ പോകുന്നത്. ഇന്ന് ഒരു എവിക്ഷനും കൂടി ഉണ്ട് എന്നുള്ളതാണ് പ്രൊമോ വഴി മനസ്സിലാകുന്നത്. പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും സംസാരങ്ങളും ഒക്കെ വരുന്നുണ്ട്, ആരായിരിക്കും പുറത്ത് എന്നുള്ള തരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഈ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ഒരാൾ കൂടി പുറത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അറിയാൻ പറ്റുന്നത്.